ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസും റിലീസ് സെന്ററുകളിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഓടിയതിന്റെ വിശകലനങ്ങളും തിരുവനന്തപുരത്തെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ്. 96 സുരേഷ് ഗോപി 3 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. എന്നാൽ ഈ 3 ചിത്രങ്ങളും വൻ ഹൈപ്പോടെ തിയേറ്ററുകളിലെത്തിയിട്ടും സാമ്പത്തികമായി വേണ്ട രീതിയിൽ വിജയം കൊയ്തില്ല എന്നുള്ളത് സുരേഷ് ഗോപി എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചിടത്തോളം നിരാശയായിരുന്നു 96 സമ്മാനിച്ചത്. ആക്ഷന് അമിത പ്രാധാന്യം കൊടുത്തതും മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നേറ്റിവിറ്റി ഇല്ലാത്തതും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസുകളെ കാര്യമായി ബാധിച്ചു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 96 സുരേഷ് ഗോപി അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ആഗസ്റ്റ് 15 തിയേറ്ററുകളിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പൊളിറ്റിക്കൽ എന്റർടൈനർ ചിത്രം യുവതുർക്കി. ബദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പൻ ഹൈപ്പിലായിരുന്നു അക്കാലത്ത് തിയേറ്ററുകളിലെത്തിയിരുന്നത്. ഈ ചിത്രം അമിതാഭ് ബച്ചന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ABCL കോർപ്പറേഷനും 7 ആർട്സും ജോയിന്റ് വെഞ്ചറായി നിർമ്മിച്ച ചിത്രമായിരുന്നു. 24 സെന്ററുകളിലായിരുന്നു യുവതുർക്കി റിലീസ് ചെയ്തത്. യുവതുർക്കി ഇറങ്ങിയ ആദ്യ ആഴ്ചകളിൽ വമ്പൻ ഇനീഷ്യലായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ മറ്റ് ഓണച്ചിത്രങ്ങളുടെ വരവോടെ കളക്ഷനിൽ കാര്യമായ ഡ്രോപ്പ് സംഭവിച്ചു. ആ കാലഘട്ടത്തിലെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചെടുത്ത യുവതുർക്കി എന്നാൽ സങ്കീർണമായ അവതരണത്തിലും അതിരുകവിഞ്ഞ സംഘടനകളുടെ പേരിലും സാധാരണ പ്രേക്ഷകന് ദഹിച്ചില്ല. ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ സാമാന്യം നല്ല കളക്ഷൻ നേടിയിട്ട് കൂടി ചിത്രത്തിന്റെ വൻ ബഡ്ജറ്റ് യുവതുർക്കിയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ സാരമായി തന്നെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ യുവതുർക്കി ബോക്സ് ഓഫീസിൽ ആവറേജ് പെർഫോമൻസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഈ ചിത്രം തിരുവനന്തപുരത്തും കോഴിക്കോടും 50 ദിവസം പ്രദർശിപ്പിച്ചു. ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം SL കോംപ്ലക്സിൽ 75 ദിവസമാണ് യുവതുർക്കി പ്രദർശിപ്പിച്ചത്. യുവതുർക്കി തിരുവനന്തപുരത്ത് നിന്ന് 19,80,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന വിജയശാന്തിയുടെ ആദ്യ മലയാള ചിത്രം കൂടിയായിരുന്നു യുവതുർക്കി. മാണി കാപ്പൻ, രതീഷ്, ഗീത, സുകുമാരി, രാജൻ പിദേവ്, തിലകൻ എന്നിങ്ങനെ വമ്പൻ താരനിരയുമായിട്ടായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. സുരേഷ് ഗോപിയുടെ 1996 രണ്ടാമത്തെ ചിത്രമായിരുന്നു ഷാജൂൺ കാര്യാൽ സംവിധാനം ചെയ്ത രജപുത്രൻ. രോഹിത് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് പണിക്കർ നിർമ്മിച്ച ഈ ചിത്രം ഒക്ടോബർ 25 ആയിരുന്നു റിലീസ് ചെയ്തിരുന്നത്. രജപുത്രൻ 28 സെന്ററുകളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. സ്ഥിരം പാറ്റേണിലുള്ള ആക്ഷൻ ചിത്രമായതുകൊണ്ട് തന്നെ ആദ്യ വാരത്തിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം പിന്നീട് അങ്ങോട്ട് നിലനിർത്താനായില്ല. സുരേഷ് ഗോപിയെ കൂടാതെ വിക്രം, വിജയരാഘവൻ, മുരളി, ശോഭന, വിനീത, തിലകൻ, MG സോമൻ, നെടുമുടി വേണു എന്നീ വൻ താരനിരകൾ ഉണ്ടായിരുന്നിട്ട് കൂടി രജപുത്രന് ഉദ്ദേശിച്ച വിജയം കൈവരിക്കാതെ വന്നത് നേറ്റിവിറ്റി ഇല്ലായ്മയും ആവർത്തന വിരസതയും ആയിരുന്നു. ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. 28 ദിവസമായിരുന്നു രജപുത്രൻ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചത്. രജപുത്രൻ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 10 ലക്ഷത്തിനടുത്തായിരുന്നു ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. രഞ്ജിത്ത് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന് M ജയചന്ദ്രനായിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 സുരേഷ് ഗോപിയുടെ അവസാനത്തെ ചിത്രമായിരുന്നു നവംബർ 21 തിയേറ്ററുകളിലെത്തിയ മഹാത്മാ ദി ഗ്രേറ്റ്. കല്യാണി സിനി ഇന്റർനാഷണൽ നിർമ്മിച്ച ഈ ചിത്രം ഷാജി കൈലാസ് ആയിരുന്നു സംവിധാനം ചെയ്തത്. T ദാമോദരൻ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന് വിദ്യാസാഗർ ആയിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത്. മഹാത്മാ 30 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. സുരേഷ് ഗോപി ദേവദേവൻ എന്ന അണ്ടർവേൾഡ് ഡോണിനെ അവതരിപ്പിച്ച ഈ ചിത്രവും ആക്ഷന് അമിത പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. സുരേഷ് ഗോപിയെ കൂടാതെ ബിജു മേനോൻ, രമ്യ കൃഷ്ണൻ, രാജൻ പിദേവ്, ദേവൻ, ഗണേഷ് കുമാർ എന്നിങ്ങനെയുള്ള വൻ താരനിര ഉണ്ടായിരുന്നിട്ട് കൂടി മഹാത്മയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരം ശ്രീകുമാർ ശ്രീവിശാഖ് കോംപ്ലക്സിൽ 50 ദിവസമായിരുന്നു മഹാത്മാ പ്രദർശിപ്പിച്ചത്. മഹാത്മാ തിരുവനന്തപുരത്തെ റിലീസിംഗ് സെന്ററിൽ നിന്നും ഏകദേശം 15 ലക്ഷത്തോളം അടുത്താണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. T ദാമോദരൻ ഷാജി കൈലാസ് ടീമിന്റെ ആദ്യമായുള്ള ഈ സംരംഭം വൻ ഹൈപ്പിലായിരുന്നു ഇറങ്ങിയതെങ്കിൽ കൂടി തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്ന മുൻവിധികളെയൊക്കെ പാടെ തെറ്റിക്കുന്ന രീതിയിലായിരുന്നു ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ്. ആകെ സമ്മറി നോക്കുമ്പോൾ 96 സുരേഷ് ഗോപി അഭിനയിച്ച 3 ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് 75 ദിവസം പ്രദർശിപ്പിച്ച യുവതുർക്കിയാണ്. 50 ദിവസം പ്രദർശിപ്പിച്ച മഹാത്മയാണ് നമ്പർ 2.
കളക്ഷൻ എടുത്തു നോക്കിയാൽ 19.8 ലക്ഷം കളക്ട് ചെയ്ത യുവതുർക്കിയാണ് നമ്പർ 1. 15 ലക്ഷം കളക്ട് ചെയ്ത മഹാത്മാ നമ്പർ 2ഉം 10 ലക്ഷം കളക്ട് ചെയ്ത രജപുത്രൻ നമ്പർ 3യുമാണ്. ഇത്രയുമാണ് 96-ൽ പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.